നമസ്കാരം. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഇന്നലെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തുവിട്ടിരിക്കുന്നു. പക്ഷേ ഈ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടും ഒരു മണ്ഡലത്തിലെ, അതായത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന, വളരെ ആകാംക്ഷയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ഒരു മണ്ഡലം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. മറ്റെങ്ങുമല്ല, കർണാടകത്തിലെ മാണ്ഡ്യയാണ്. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്. ബി.ജെ.പി ടിക്കറ്റ് കാത്തിരുന്ന സുമലത കടുത്ത നിരാശയിൽ തന്നെയാണ്. നിലവിൽ മാണ്ഡ്യയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് കുമാരസ്വാമിയുടെ JDS ആണ് എന്ന് നമുക്കറിയാം. ഇതോടുകൂടി, അതായത് ഈ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടും മാണ്ഡ്യയിലെ അനിശ്ചിതത്വം നീങ്ങാത്തതിനെ തുടർന്ന് സുമലത അംബരീഷ് ഇന്ന് അവരുടെ അഭ്യുദയകാംക്ഷികളുടെയും അതിനോടൊപ്പം തന്നെ അനുഭാവികളുടെയും ഒക്കെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. തന്നെ പിന്തുണയ്ക്കുന്ന ആളുകളുമായി കൂടിയാലോചിച്ച ശേഷം സുമലത അംബരീഷിന്റെ ഭാഗത്തു നിന്നും, നിലവിലെ സിറ്റിംഗ് MP കൂടിയായ സുമലതയുടെ ഭാഗത്തു നിന്നും ഒരു സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അവർ വീണ്ടും സ്വന്തം മണ്ഡലത്തിൽ സ്വതന്ത്രയായി തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളാണ് ഇതോടുകൂടി ഒരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് മാണ്ഡ്യയിൽ നിന്നും സുമലത വിജയിച്ചു കയറുന്നത്. അന്ന് അവർ പരാജയപ്പെടുത്തിയത് കുമാരസ്വാമിയുടെ മകനായ നിഖിൽ കുമാരസ്വാമിയായിരുന്നു. നിഖിൽ കുമാരസ്വാമിയുടെ കന്നി അംഗം കൂടിയായിരുന്നു അന്ന് നടന്നത്. ഭർത്താവും തെന്നിന്ത്യൻ താരവും മുൻ MP-യുമായ MH അംബരീഷിന്റെ നിര്യാണത്തെ തുടർന്നുകൊണ്ടായിരുന്നു സുമലത അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അന്ന് കോൺഗ്രസിന്റെ വകയുള്ള ഒരു ടിക്കറ്റ് സുമലത പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും അന്ന് കോൺഗ്രസും JDS-ഉം തമ്മിൽ സഖ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സുമലതയ്ക്ക് കോൺഗ്രസിൽ നിന്നും ടിക്കറ്റ് ലഭിച്ചില്ല. അതേ തുടർന്ന് അവർ സ്വതന്ത്രയായി മത്സരിക്കുകയും ചെയ്തു. അന്ന് JDS കോൺഗ്രസിനൊപ്പമായിരുന്നുവെങ്കിൽ ഇന്ന് അവർ BJP-ക്കൊപ്പമാണുള്ളത്. NDA-യിലെ സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ JDS അധൈര്യം ചോദിക്കുന്നുണ്ട്, തങ്ങൾക്ക് മാണ്ഡ്യ സീറ്റ് നൽകണമെന്ന്. ഇത് തരാനാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ BJP-ക്കും സാധിക്കില്ല. BJP വലിയൊരു വിഷമവൃത്തത്തിൽ തന്നെയാണ് അകപ്പെട്ടിരിക്കുന്നത്. നിലവിൽ മാണ്ഡ്യയിൽ നിന്നും HD കുമാരസ്വാമിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനായ നിഖിൽ കുമാരസ്വാമിയോ തന്നെ മത്സരത്തിന് ഇറങ്ങുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ഒരു വാതിലായി തന്നെയാണ് JDS ഈ മാണ്ഡ്യയെ കാണുന്നത്. കോൺഗ്രസിന്റെയും JDS-ന്റെയും നിർണായക വോട്ട് ബാങ്കായ വൊക്കലിംഗ സമുദായത്തിന്റെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് മാണ്ഡ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു മണ്ഡലത്തിനും ഇല്ലാത്തവണ്ണം മാണ്ഡ്യയ്ക്ക് വേണ്ടി എല്ലാവരും തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ JDS-ന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, കോൺഗ്രസിന് അപ്രതീക്ഷിത മുന്നേറ്റം നടത്താനും സാധിച്ചിരുന്നു. ഇനി മാണ്ഡ്യയിൽ സ്വതന്ത്രയായി മത്സരിച്ചാൽ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം എന്നുള്ള ഭീതി കാരണം തന്നെയാണ് സുമലത BJP-യിൽ നിന്നുള്ള ഒരു ടിക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ തിരിച്ചറിവിൽ തന്നെ അവർ പല നീക്കങ്ങളും നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു, അല്ലെങ്കിൽ BJP-യുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ചേരുന്നു. അവർ BJP-ക്ക് കൈ കൊടുത്തേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ പോലും ലോക്സഭയിൽ സ്വതന്ത്ര MP-യായി തന്നെയായിരുന്നു സുമലത ഇക്കാലം അത്രയും തുടർന്നിരുന്നത്. എന്തായാലും BJP-യുടെ ദേശീയ നേതാക്കളെ അടക്കം കണ്ട് സുമലത വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നുവെങ്കിൽ പോലും എല്ലാ പ്രതീക്ഷകളും തകർത്തുടച്ചത് HD കുമാരസ്വാമിയും അവരുടെ അപ്രതീക്ഷിതമായ NDA പ്രവേശനവും തന്നെയായിരുന്നു. എന്തായാലും ബംഗളൂരു നോർത്തോ ചിക്കബല്ലപുരയോ നൽകി സുമലതയെ അനുനയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും BJP-യുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായി തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ മാണ്ഡ്യ വിട്ട്, സ്വന്തം മണ്ഡലം വിട്ട് മറ്റൊരിടത്തേക്കും താൻ പോകില്ല എന്ന ഉറച്ച നിലപാട് സുമലത എടുക്കുകയായിരുന്നു. നിലവിൽ എന്തായാലും ഈ JDS NDA-ക്കൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ BJP-ക്ക് പരസ്യമായി സുമലതയെ പിന്തുണയ്ക്കാനാവില്ല. അത് മുന്നണി മര്യാദകൾ തകർക്കുന്നതായതുകൊണ്ട് തന്നെ BJP അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താനുള്ള സാധ്യതയുമില്ല. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടതുകൊണ്ട് തന്നെയാണ് സുമലത വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. എന്തായാലും ഇതിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ല. JDS-ന് പോലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അങ്ങനെ 5ാം ഘട്ട പട്ടിക പുറത്തു വന്നിട്ട് പോലും മാണ്ഡ്യയിലെ ഒരു സസ്പെൻസ് അവസാനിപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടുമില്ല. കോൺഗ്രസ് ഇവിടെ വലിയ പ്രചരണം നടത്തുന്നുണ്ട്. അവർ ഒരുപക്ഷെ 2ാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. കോൺഗ്രസിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി സ്റ്റാർ ചന്ദ്രുവാണ്. അദ്ദേഹം വലിയ തോതിൽ തന്നെ പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷേ സുമലതയ്ക്ക് കുറച്ചൊക്കെ മുൻതൂക്കം മാണ്ഡ്യയിൽ ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ചും അംബരീഷിനോട്
ഇലക്ഷനോടുള്ള ഒരു സ്നേഹം, ഒരു സഹതാപ തരംഗം ഒക്കെ ഇപ്പോഴും മാണ്ഡ്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് വോട്ടായി മാറുമെന്നുള്ള വലിയ പ്രതീക്ഷ അവർക്കുണ്ട് താനും. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞെട്ടിച്ചുകൊണ്ട് സുമലത വീണ്ടും സ്വതന്ത്രയായി മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ്. ഇത്തവണയും പാർലമെന്റിലേക്ക് സുമലതയെ തന്നെയാണോ മാണ്ഡ്യ അയക്കാൻ പോകുന്നതെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം അറിയാം.